അത് ഒരാളൊന്ന് റിപ്ലൈ ചെയ്യോ? Is it visible and am I audible? Sanjay. Okay, Sanjay, thank you. So now coming to the course actually. നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ക്ലാസ്. ചില കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അഡ്മിഷൻ്റെ ഡ്യൂട്ടി ഒക്കെ ഉള്ളതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഇതുവരെ പറ്റാതിരുന്നത്. So we are going to start today's class. That is a first class actually. And the course in the name എന്ന് പറയുന്നത് electrical technology. The name of the course is electrical technology. So I will first tell you why we are actually going to study such a course. And at the same time, if you are you should not be like reluctant like നിങ്ങൾ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ആണ് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ ഇലക്ട്രിക്കൽ പഠിക്കുന്നത് എന്നൊരു തോന്നൽ ഈ കോഴ്സിൻ്റെ പേര് കേൾക്കുമ്പോഴേ വിചാരിക്കാൻ പാടില്ല. അപ്പം ഞാനാണെങ്കിലും ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്. ആൻഡ് ഐ ആം ടീച്ചിങ് യു ഇലക്ട്രിക്കൽ ടെക്നോളജി. മീൻസ് ദിസ് ഈസ് ദ ബേസിക് റിക്വയർമെൻറ്റ്. നമുക്ക് നമ്മുടെ കോഴ്സിൽ അല്ലെങ്കിൽ നമ്മളിനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പല സ്ഥലങ്ങളിലും ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ടെക്നോളജി കോഴ്സിനകത്ത് പഠിക്കുന്നത്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് കോഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ദിസ് കോഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. സോ നിങ്ങൾക്ക് എന്നെ പരിചയമില്ലെങ്കിൽ ഒന്നുകൂടെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീരാജ് എന്നാണ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇലക്ട്രോണിക്സ് ലെക്ചറാണ്. എനിവേ നമുക്ക് ക്ലാസ് കോൺടാക്ട് ക്ലാസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. So if you are telling about the course, the course title is electrical technology. Course code is 3043. Okay, 3043 ആണ് കോഴ്സിൻ്റെ കോഡ്. 60-hour കോഴ്സാണ്. 4 മൊഡ്യൂൾ ഉണ്ട് ഇതിനകത്ത്. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് AC ഫണ്ടമെന്റൽസ് ആൻഡ് എർത്തിങ് ആണ്. അപ്പോൾ നമ്മൾ ആ മൊഡ്യൂൾ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് AC ഫണ്ടമെന്റൽസ് ആണ് മെയിൻലി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ AC, what do you mean by an AC signal, how it is different from DC, and what are the characteristics of the AC signal, etc. etc. സെക്കൻഡ് മൊഡ്യൂളിനകത്ത് വരുന്നത് അതൊരു പ്രോബ്ലം ബേസ്ഡ് മൊഡ്യൂളാണ്. അത് മാത്രമേ ഉള്ളൂ മെയിൻലി ഒരു പ്രോബ്ലം ബേസ്ഡ് മൊഡ്യൂൾ എന്ന് പറയാനുള്ള. ഫസ്റ്റ് മൊഡ്യൂളിൽ കുഞ്ഞു പ്രോബ്ലംസ് പോലെ ഉണ്ടാവുള്ളൂ. സോ രണ്ടാമത്തെ മൊഡ്യൂളിനകത്ത് നമുക്ക് മെയിൻലി തിയറംസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ തിയറംസ് എല്ലാം, തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിക്കണം, തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾ പഠിക്കണം, ആ തിയറം ബേസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് അനാലിസിസ്. അപ്പോൾ അതിൽ കുറച്ച് പ്രോബ്ലംസ് വരും. പിന്നെ അതിൽ ബാക്കിയായിട്ട് വരുന്നത് ട്രാൻസ്ഫോമേഴ്സ് ആണ്. എന്താണ് ട്രാൻസ്ഫോമർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് എക്സെട്ര. പിന്നെ മൂന്നാമത്തെ മൊഡ്യൂളിനകത്ത് വരുന്നത്, അതായത് ഇപ്പോൾ ഇലക്ട്രിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് ഏതൊരു എഞ്ചിനീയറും അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് ജനറേറ്ററും മോട്ടറും. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ജനറേറ്റേഴ്സ് ആൻഡ് മോട്ടേഴ്സ്? അപ്പോൾ തേർഡ് മൊഡ്യൂൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് DC ജനറേറ്റർ ആൻഡ് DC മോട്ടേഴ്സ് ആണ്. എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മൊഡ്യൂൾ പഠിക്കാൻ പോകുന്നത് AC ജനറേറ്റേഴ്സ് ആൻഡ് AC മോട്ടേഴ്സ് ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കാര്യങ്ങളെ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ. അതെല്ലാം നമുക്ക് ബീങ് എൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ വളരെ ആവശ്യം ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ ബൈ എൻ ഔട്ട്കം. ഇപ്പോൾ കോഴ്സ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ കോഴ്സ് എന്തെല്ലാമാണ് ബീയിങ് എ സ്റ്റുഡൻറ് എന്ന രീതിയിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ജനറൽ ഔട്ട്കംസ് കൊണ്ട് പറയുന്നത്. ഇതിനകത്ത് ഓരോ മൊഡ്യൂളിനകത്തും 2 ഔട്ട്കംസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ഫണ്ടമെന്റൽസിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് AC ഫണ്ടമെന്റൽ തിങ്സ്. രണ്ടാമതുള്ളത് എർത്തിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എക്യുപ്മെന്റ്സ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് മൊഡ്യൂളിൽ AC ഫണ്ടമെന്റൽസും എർത്തിങ്ങും ആണ്. അത് രണ്ടുമാണ്. ഓൺ ദ കംപ്ലീഷൻ ഓഫ് ദ മൊഡ്യൂൾ യു ഷുഡ് ബി തറോ വിത്ത് ദാറ്റ്. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് 2 ആക്കി തിരിക്കാം. ഒന്ന് നെറ്റ്വർക്ക് തിയറംസ് ആണ്, പലതരത്തിലുള്ള നെറ്റ്വർക്ക് അനാലിസിസിന് ആവശ്യമുള്ള തിയറംസ്. ദെൻ തിങ്സ് അബൌട്ട് ട്രാൻസ്ഫോമേഴ്സ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ എന്തായിരിക്കും? യു ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് DC ജനറേറ്റർ. യു ഷുഡ് ബി ഏബിൾ ടു ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് DC മോട്ടർ. Then last module you should be able to explain the working of alternators അഥവാ AC generators and to understand AC motors. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്മുടെ കോഴ്സിനെ
ഈ 60 മണിക്കൂറിന്റെ 4 മൊഡ്യൂൾ കോഴ്സിനെ നമുക്ക് ഇങ്ങനെ 8 ഡിഫറെന്റ് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഓർഡറിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകേണ്ടാവുക. മൊഡ്യൂൾ 1 ആദ്യം പഠിപ്പിക്കും, പിന്നെ മൊഡ്യൂൾ 2 പഠിപ്പിക്കും, പിന്നെ 3, പിന്നെ 4. നമ്മൾ മിക്സ് ചെയ്ത് പഠിപ്പിക്കേണ്ടാവില്ല. അങ്ങനെ മിക്സ് ചെയ്ത് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം ഈ കോഴ്സിന് ആസ് സച്ച് ഇല്ല. So this is the general things about the course. Now coming to the textbooks, ഇത് മൂന്നുമാണ് നമുക്ക് സിലബസിൽ പറയുന്നതും നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതുമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. അപ്പം ഇലക്ട്രിക്കൽ ടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പണ്ട് കാലം മുതലേ, പണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ ആളുകൾ യൂസ് ചെയ്തിരുന്ന ടെക്സ്റ്റാണ് BL തെരേജയുടെ ടെക്സ്റ്റ്. അതാണ് ഞാൻ ഫസ്റ്റ് ടെക്സ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതിന് വോളിയം 1 ഉണ്ട്, വോളിയം 2 ഉണ്ട്. അപ്പോൾ വോളിയം 1-നകത്താണ് ഈ ഫണ്ടമെന്റൽ കാര്യങ്ങളും തിയറംസും എല്ലാം. അതായത് ആദ്യത്തെ 2 മൊഡ്യൂൾ നമ്മൾ വോളിയം 1-ൽ നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. വോളിയം 2 എന്ന് പറയുന്നത് മെഷീൻസ് ആണ്, ഇലക്ട്രിക്കൽ മെഷീൻസ്. അതിനകത്ത് പല തരത്തിലുള്ള ഇലക്ട്രിക്കൽ മെഷീൻസ് അതിൽ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിക്കാൻ DC ജനറേറ്റർ, DC മോട്ടർ, AC ജനറേറ്ററും AC മോട്ടറും അല്ലേ ഉള്ളൂ. അപ്പോൾ അതും വോളിയം 2-ലാണ് അവൈലബിൾ ആവുക. So module 1 and 2 you have to refer volume 1 of BL Tereja, and module 3 and 4 you have to refer volume 2 of BL Tereja. പിന്നെ ഞാൻ എന്താ പറയുന്നത്, ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു നല്ല ടെക്സ്റ്റ് ബുക്കാണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബൈ VK മേത്ത, 3ാമത്തെ ടെക്സ്റ്റ് ബുക്ക്. ആ 3ാമത്തെ ടെക്സ്റ്റ് ബുക്ക് കുറച്ച് വലിയ ടെക്സ്റ്റ് ബുക്കാണ്. അതിനകത്ത് ഇതെല്ലാം ഒറ്റൊരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്, VK മേത്ത. അപ്പം ഈ 2 ടെക്സ്റ്റ് ബുക്സും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ദിസ് വൺ ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്യാം. VK മേത്ത എന്ന് പറയുന്നത് ഒരു മെയിൻ റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് വായിക്കാൻ നല്ല എളുപ്പമാണ്, അത് കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ദ ബെറ്റർ തിങ് ഈസ് ദാറ്റ് ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഒറ്റ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്കത് റെഫർ ചെയ്യാം. പക്ഷെ അതിന് പകരം നിങ്ങൾ എന്താ പറയുക, BL തെരേജയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 യു ക്യാൻ റെഫർ വോളിയം 1, and module 3 and module 4 you can refer volume 2. Okay, ഇതാണ് ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയുള്ളത്. ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ചെറിയ ചെറിയ നോട്ട്സുകളും ക്ലാസ് നോട്ട്സും എല്ലാം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ തരുന്നുണ്ടാവും. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് വായിക്കുക എന്നുള്ളതും കൂടി നിങ്ങളൊരു ശീലമാക്കി മാറ്റിയേ പറ്റുള്ളൂ. ഏതുപോലെ എന്തെങ്കിലും പറയാനുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടു ഇല്ല? ഓക്കെ, നമ്മൾ ഹാൻഡ് റൈസ് ഏതുപോലെ ചോദിച്ചോ? ഇല്ല സാർ, കൈകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ നോ കമ്മിങ് ടു ദി syllabus actually. So this is the detailed about the module 1. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് മെയിൻലി ഉള്ളത്. ഇതിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫിസിക്സിനകത്ത് നിന്നൊക്കെ +2 ലെവലിൽ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇതിനകത്ത് തുടക്കത്തിലുള്ളതൊക്കെ ഭയങ്കര എളുപ്പമുള്ള കാര്യങ്ങളാണ്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ദി കൺസെപ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. എന്താണ് ഒരു AC വോൾട്ടേജ്, AC കറണ്ട് എന്നുള്ളത്. അതിനകത്ത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വേവ് ഫോംസ് കാണും. അതുകൂടാതെ തന്നെ എന്താണ് കോംപ്ലക്സ് വേവ് ഫോം, ഒരു AC സിഗ്നലിനകത്ത് കോംപ്ലക്സ് വേവ് ഫോം എന്താണ് എന്നുള്ളത് നമ്മൾ കാണും. പിന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ആണ്. അതായത് ഒരു AC സിഗ്നലിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പോകും. അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് സൈക്കിൾ എന്താണ്, ടൈം പീരീഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഫേസ് എന്താണ്, RMS വാല്യൂ എന്താണ്, ഫോം ഫാക്ടർ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെഫിനിഷൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ എല്ലാം സിമ്പിൾ ഡെഫിനിഷൻസ് ആണ്. അതിന്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് നോക്കാനുള്ള എന്താന്ന് പറഞ്ഞാൽ, ഒരു AC സിഗ്നലിനെ നമ്മൾ കോമ്പണൻസിലൂടെ കടത്തിവിടുന്ന സമയത്ത് എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് AC ത്രൂ റെസിസ്റ്റൻസ്, AC ത്രൂ ഇൻഡക്ടൻസ് ആൻഡ് AC ത്രൂ കപ്പാസിറ്റൻസ്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള 3 ഡിവൈസുകളായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ കോമ്പണൻസിനകത്ത് പറയാനുള്ളത്.
ഡിസ്ക്രീറ്റ് കോമ്പണൻസ് ആയിട്ട് നമുക്ക് എപ്പോഴും പറയാനുള്ള 3 കാര്യങ്ങളാണ്. R, which stands for resistance, L, which stands for inductance, and C, which stands for capacitance. അപ്പൊ ഈ 3ലൂടെയും കടത്തി വിടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷനുകളിലൂടെ കടത്തി വിടുന്ന സമയത്ത് ഒരു AC എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് അതിനകത്ത് സോൾവ് ചെയ്യുകയും വേണം, അതിന്റെ തിയറി നമുക്ക് പഠിക്കുകയും വേണം. പിന്നെ നമുക്ക് ഫിഫ്ത്ത് ആയിട്ട് 5ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പവർ ഫാക്ടർ ഡെഫിനേഷൻ. വാട്ട് ഡു യു മീൻ ബൈ പവർ ഫാക്ടർ? പവർ ഫാക്ടർ ഡിഫൈൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ ആറും എല്ലും സിയും ഉള്ള ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ പവർ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ അതാണ് 5ാമത്തെ ഭാഗമായിട്ട് മൊഡ്യൂൾ 1-നകത്ത് വരുന്നത്. പിന്നെ 6th ടോപ്പിക് ഈസ് ആക്ച്വലി സീരീസ് ആൻഡ് പാരലൽ AC സർക്യൂട്ട്സ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ RLC സർക്യൂട്ട്സ്, സീരീസ് RLC സർക്യൂട്ട്, പാരലൽ RLC സർക്യൂട്ട്, അതിന്റെ ഡെഫിനിഷൻ, അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കൺസെപ്റ്റുകൾ, അതിനകത്ത് വരുന്ന കുറച്ച് ടെർമിനോളജീസ്, കൂടാതെ തന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ്, അതാണ് നമ്മുടെ മൊഡ്യൂൾ 1-ന്റെ 6ാമത്തെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ 7th എന്ന് പറയുന്നത് ജസ്റ്റ് കൺസെപ്റ്റ് ആണ്, എന്താണ് എർത്തിങ് എന്നുള്ളതാണ്. 7th one is earthing of the equipments and lightning protector of installation എന്താണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനകത്ത് മെഗർ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ്, അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം നമ്മുടെ കോഴ്സിനെ പറ്റി പറഞ്ഞു, കോഴ്സിന്റെ 4 മൊഡ്യൂളുകളെ പറ്റി പറഞ്ഞു. 1ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളതും ജനറൽ ആയിട്ട് പറഞ്ഞു. നൗ വി ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ദി ബേസിക്സ് ഓഫ് ദാറ്റ്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഈ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം കുറച്ച് ബേസിക് ടെർമിനോളജീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമിനും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാൻ ഇലക്ട്രോണിക്സ് മാത്രമേ പഠിക്കുള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് മെക്കാനിക്കലിന്റെ കാര്യം, കുറച്ച് ഇലക്ട്രിക്കലിന്റെ കാര്യം എല്ലാം അറിഞ്ഞിരിക്കണം. അതുകൂടാതെ തന്നെ ഇപ്പം നമ്മളൊരു മെയിൻ പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ എല്ലാ ബ്രാഞ്ചിലുള്ള ആളുകളും കൂടി ചേർന്നിട്ടുള്ളേക്ക് നമ്മുടെ ഒരു ടീം എന്ന് പറയുന്നത്. അപ്പം ഒരാൾ പറയുന്നത് മറ്റേ ആൾക്ക് നമുക്ക് മനസ്സിലാവണം. ഇപ്പം സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഇപ്പം ഒരു മൂവിങ് റോബോട്ടിനെ നിങ്ങൾക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു മൂവിങ് ഹാൻഡ് ഉണ്ടാക്കണം. ഒരു മൂവിങ് ഹാൻഡ്, അതായത് പിക്ക് ചെയ്യാനും പ്ലേസ് ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു ഹാൻഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? അതിനകത്ത് മൂവിങ് പാർട്സ് വരുന്നുണ്ട്. സോ അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ദർ വിൽ ബി മെക്കാനിക്കൽ പാർട്സ്, അല്ലേ? അതിനകത്ത് മെക്കാനിക്കൽ പാർട്സ് വരും. ആ മെക്കാനിക്കൽ പാർട്സ് ആണ് ഇതിന്റെ മൂവ്മെന്റിനെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്. അതുകൂടാതെ ഇതിനകത്ത് ആ മെക്കാനിക്കൽ പാർട്സിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ മോട്ടേഴ്സ്, കുറേ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സെൻസേഴ്സ് വേണം, മോട്ടേഴ്സ് എല്ലാം വേണം. സോ ദർ കംസ് ദ റോൾ ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. അവിടെ ഒരു ഭാഗം, ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ അവിടെ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ കുറേ ഈ ഡ്രൈവിംഗ് സർക്യൂട്ടുകളാണെങ്കിലും ഇതിന്റെ സർക്യൂട്ട് ബോർഡുകളാണെങ്കിലും ലോ വോൾട്ടേജുകളിൽ വർക്ക് ചെയ്യുന്ന കുറേ ബോർഡുകളും സർക്യൂട്ട് എലമെന്റ്സും അതിനകത്ത് വേണം. അതെല്ലാം ഈസ് ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ ഇലക്ട്രോണിക്സ് പീപ്പിൾ. അപ്പൊ നമുക്ക് അവിടെ എന്ത് വേണം? വി നീഡ് ദ റോൾ ഓഫ് ഇലക്ട്രോണിക്സ് പീപ്പിൾ. ഇതിനകത്ത് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനും ഇതിനെല്ലാം എന്താ പറയാ സിങ്ക്രണൈസ്ഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം കോഡ് റണ്ണിങ് ബിഹൈൻഡ് ദാറ്റ്. ഇതിന്റെ പുറകിൽ ഒരു പ്രോഗ്രാമിംഗ് നമുക്ക് ആവശ്യമാണ്. ഈ പ്രോഗ്രാമിങ്ങിലൂടെയാണ് ഞാൻ ഇതിനകത്തുള്ള ഈ മെക്കാനിക്കൽ പാർട്സിനെയും ഇലക്ട്രിക്കൽ പാർട്സിനെയും ഇലക്ട്രോണിക്സ് ഭാഗങ്ങളെയും എല്ലാം ഞാൻ കൺട്രോൾ ചെയ്ത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഒരു പ്രോഗ്രാം, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അനുസരിച്ചാണ്. അപ്പൊ നമുക്ക് അവിടെ ആരുടെ ആവശ്യം വേണം? വി നീഡ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ പീപ്പിൾ. അപ്പൊ ഇങ്ങനെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഒരു നോർമൽ ഒരു സിമ്പിൾ വർക്കിംഗ് റോബോട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഇത്രയും ആളുകളുടെ ഹെൽപ്പ് നമുക്കിവിടെ ആവശ്യമായി. ഇതേ കാര്യം നമ്മളൊരു മൂവിങ് കാറിലാണ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കാറിന്റെ മൂവ്മെന്റ് പാർട്ടുകളും അതിനെ പറ്റിയുള്ള വർക്കിങ്ങുകളും അതിന്റെ പുതിയ ഡിസൈനുകളും ഒക്കെ ചെയ്യാൻ ഒരു ഭാഗം ആൾക്കാർ വേണം. സോ ഓട്ടോമാറ്റിക്കലി വി റിക്വയർ ഓട്ടോമൊബൈൽ പീപ്പിൾ. അപ്പൊ ഇങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും, അപ്പോൾ ഞാനിത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ, എല്ലാ ഇലക്ട്രോണിക്സിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ മനസ്സിലും എപ്പോഴും തോന്നുന്ന ഒരു അത് ഈ എന്താ പറയാ സബ്ജക്റ്റിന്റെ പേരിന്റെ ഒരു പ്രോബ്ലമാണ്. ഇലക്ട്രിക്കൽ ടെക്നോളജി എന്ന് പറയുമ്പം എന്തിനാണ് ഇലക്ട്രിക്കൽ ഞാൻ പഠിക്കുന്നത് എന്നൊരു തോന്നല്. അങ്ങനെ ഒരിക്കലും തോന്നേണ്ട ആവശ്യമില്ല. കാരണം ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സ്ട്രീം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ഇലക്ട്രിക്കലിൽ നിന്നാണ്. മനസ്സിലാവുണ്ടോ?
അപ്പം തുടക്കത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മെക്കാനിക്കല്, സിവില്, ഇലക്ട്രിക്കല്, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള കോർ ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത്. ആ ഇലക്ട്രിക്കലിൽ നിന്നും മെക്കാനിക്കലിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്നുള്ള ബ്രാഞ്ചാണ് ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത്. സിവിലിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ബ്രാഞ്ചാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇലക്ട്രിക്കലിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ കോഡിങ്ങും ഭയങ്കരമായിട്ട് ആവശ്യം വന്നപ്പോൾ അവിടുന്ന് ഇവോൾവ് ചെയ്ത് വന്നുള്ളതാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് നകത്ത് നിന്നും പല കാര്യങ്ങളും അതിൻ്റെ പെർവലൻസിന് പുറത്ത് വന്ന സമയത്ത് ഇവോൾവ് ചെയ്ത് വന്ന ബ്രാഞ്ചാണ് IT എന്ന് പറയുമ്പോൾ. അപ്പം ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇലക്ട്രിക്കൽ ഞാൻ പഠിക്കണോ എന്നുള്ള തോന്നൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. കാരണം നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ല, നിങ്ങളെ പഠിപ്പിക്കുന്ന ഞാനൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർക്ക് ഈ സബ്ജക്റ്റ് പഠിപ്പിക്കാമെന്നുണ്ടെങ്കിൽ അത്രയും ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇതിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ 3 ടേംസിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇലക്ട്രിക്കൽ എനർജി എന്താണെന്നുള്ളത്. ഇപ്പം എല്ലാവർക്കും അറിയാം കറണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ പറയാം കറണ്ട് വന്നു, കറണ്ട് പോയി എന്നൊക്കെ പറയുന്നില്ലേ. അത് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് എനർജി ഈസ് ആക്ച്വലി യൂസ്ഡ് ഫോർ ദ വർക്കിംഗ് ഓഫ് വാട്ട് എവർ ദ മാൻ റിക്വയർ. നമുക്ക് ആവശ്യമുള്ള എന്ത് കാര്യങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി വേണം എന്നുള്ള സിറ്റുവേഷൻ ആണ്. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യാനും അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് വേണ്ട സ്ഥലങ്ങളിലേക്കെല്ലാം കൊടുത്തു വിടാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ തിങ് അബൌട്ട് ഇലക്ട്രിക്കൽ എനർജി. ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി വിച്ച് ഇസ് ക്ലീൻ, it is easy to transmit from one place to another, and without electrical energy our life will become still. ഓക്കെ, അപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്താ ചെയ്യേണ്ടത്? ഹി സ്റ്റഡി ഡീൽസ് വിത്ത് ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അപ്പം നമ്മൾ ഒരിക്കലും അതല്ല പഠിക്കുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്താ പഠിക്കുന്നത്? എങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ ഇലക്ട്രിസിറ്റി ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം, എങ്ങനെ ഇലക്ട്രിക്കൽ എനർജീനെ ത്രൂ ഔട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഇൻഡസ്ട്രീസിലേക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, വീടുകളിലേക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. ഇലക്ട്രിസിറ്റി എങ്ങനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇതിനെപ്പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഇലക്ട്രോണിക്സിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സ്പെസിഫിക് ബ്രാഞ്ചാണ്. അത് മെയിൻലി എന്താ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ തിയറി ആൻഡ് യൂസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റിയാണ് നമ്മൾ മെയിൻലി പഠിക്കുന്നത്. അപ്പം ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ വാക്യൂം, ഗ്യാസ് ഓർ സെമി കണ്ടക്ടേഴ്സ്. ഇലക്ട്രോണിക് ഡിവൈസുകളും ആ ഇലക്ട്രോണിക് ഡിവൈസുകൾ യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട്സുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഹൈ വോൾട്ടേജ് സപ്ലൈനെ യൂസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലോ വോൾട്ടേജുകൾ. ഇപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കിലോ വോട്ട് മെഗാവോട്ട് ഒക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിൽ എത്രയോ നമ്മൾ വെരി ഫ്യൂ വോൾട്ടേജസ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് അധികം വർക്ക് ചെയ്യുന്നത് ലോ പവർ DC ആയിരിക്കും അധികവും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇലക്ട്രിക്കലുകാർ മെയിൻലി യൂസ് ചെയ്യുന്നത് ഹൈ പവർ AC സിഗ്നൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയും കാര്യങ്ങളും എല്ലാം. ഇതാണ് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് തമ്മിലുള്ള മെയിൻ വ്യത്യാസം. നമുക്ക് കുറേ ഇലക്ട്രോണിക് ഡിവൈസുകളുണ്ട്. ആ ഡിവൈസുകൾ നമുക്കറിയാം, അതിനകത്ത് മെറ്റൽസ് ഉണ്ടാവാം, അതിനകത്ത് കണ്ടക്ടേഴ്സ് ഉണ്ടാവാം, അതിനകത്ത് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാവാം. ഇതെല്ലാം ഉപയോഗിച്ചുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളും അതിലൂടെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതെല്ലാമാണ് നമ്മൾ ഇലക്ട്രോണിക്സിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള മോഡേൺ കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നതെല്ലാം ഇലക്ട്രോണിക്സിന്റെ അഡ്വാൻസ്മെന്റ്സ് ആണ്. അങ്ങനെ ഇലക്ട്രോണിക്സ് അഡ്വാൻസ് ചെയ്ത് വന്ന് കമ്പ്യൂട്ടറിനകത്ത് കമ്പ്യൂട്ടർ അത്രയും ഇവോൾവ് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ വർക്കിങ്ങിന് അല്ലെങ്കിൽ പല ടൂളുകൾ വർക്ക് ചെയ്യുന്നതിനും കോഡിങ് ആവശ്യമായി വന്ന സമയത്താണ് കോഡ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ് വന്നത്. അവരാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ആൾക്കാർ.
അപ്പം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ യു ഷുഡ് നോട്ട് ബി റിലക്ടന്റ് ടു സ്റ്റഡി ദിസ് ടോപ്പിക്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ S3 നോക്കുമ്പോൾ നമുക്ക് 5 സബ്ജക്റ്റുകളുണ്ട്. എല്ലാ സബ്ജക്റ്റുകളും ഒന്നിനൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഒന്നിനൊന്ന് ബേസിക് ആയിട്ടുള്ളത്. അപ്പം അത് ഇതിനകത്ത് നിങ്ങൾ അവസാന നിമിഷത്തേക്ക് വെക്കാനും പാടില്ല, കൺസെപ്റ്റുകളൊന്നും ക്ലിയർ ആവാതെ മുന്നോട്ട് പോകാനും പാടില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കണം കേട്ടോ. Now we can just start with the fundamentals. So my question is that I am actually showing a lab here. Along with the lamp, what I have shown here is that I have shown a quantity here. This is the resistance of the bulb. I will come to it in later. അപ്പോൾ എന്താണ് നിങ്ങൾ ആലോചിച്ച് കൺഫ്യൂഷൻ ആവണ്ട. So my question is that in this particular circuit, does the bulb close? ബൾബ് കത്തുമോ ഇതിനകത്ത്? Any reply? Simple ആണ്. ഒരു ലാമ്പ് ഉണ്ട്. ആ ലാമ്പിലേക്ക് ഞാൻ വയർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? Is anything missing in this? നിങ്ങൾ ഇന്ററാക്റ്റീവ് ആയിട്ട് സംസാരിക്കട്ടോ, അല്ലാതെ നിങ്ങൾ മിണ്ടാതിരിക്കല്ലേ. യദുകുൽ ബാറ്ററിയാണ്. ബാറ്ററി. ഓക്കെ. സഞ്ജയ് മാത്രം സംസാരിച്ചാൽ പോരാട്ടോ. സഞ്ജയ് ഈസ് ഡൂയിങ് എ ഗുഡ് തിങ്. സഞ്ജയ് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ എല്ലാവരും സംസാരിക്കണം. ഇതിപ്പം നിങ്ങളുടെ ഒരു ബാച്ച് മാത്രമേ ഉള്ളൂ, 20-22 പിള്ളേരേ ഉള്ളൂ ഇതിലാകെ. അപ്പം നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ശരിയാവുന്നത്? അപ്പോൾ സഞ്ജയ് പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ മിസ്സിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വാട്ട് വി ഡസന്റ് ഹാവ് ഹിയർ ഈസ് ദാറ്റ് വി ഡോണ്ട് ഹാവ് എ ബാറ്ററി. So what I am doing is I am connecting a battery here. I am connecting positive and I am connecting a negative. So in a battery, battery is denoted as a big line and a small line. In this big line signifies the positive terminal of the battery and the small line signifies the negative terminal of the battery. So what happens is that, as we have already seen, we need a battery. So how we can define a battery എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്തിനകത്ത് വരുന്നതാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി an EMF സോഴ്സ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കൊടുക്കുന്ന ഒരു എലമെന്റ് ആണ് ഈ ബാറ്ററി എന്ന് പറയുന്നത്. So the question is that what do you mean by EMF? So EMF is the force that moves the free electrons in a body along a particular direction. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യുന്നതിന് വേണ്ടി ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ EMF എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു സോഴ്സിനെയും നമ്മൾ EMF സോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ when we are looking at this particular case here, you can see that this is the negative terminal of the battery and this is the positive terminal of the battery. ആർക്കും സംശയമില്ലെന്ന് വിചാരിക്കുന്നു. In a battery, what happens is that this negative polarity shows that at this particular terminal, I am having a large amount of electrons. ആ ഒരു ടെർമിനലിൽ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. പോസിറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാരണം അവിടെ ആ നെഗറ്റീവ്, നമുക്കറിയാം ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ദേ ആർ നെഗറ്റീവ്ലി ചാർജ്. അപ്പോൾ കുറേ നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. And plus sign signifies that is positive. The terminal is positive with respect to this negative എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ്. So what happens is that electrons can move from this point. Okay, electrons can move from this point, this negative to positive like this. ഇങ്ങനെ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോസിറ്റീവിലേക്ക് ഇവിടെ വന്ന് എൻഡ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇവിടെ മൂവ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വെൻ ഇലക്ട്രോൺസ് ആർ മൂവിങ് ത്രൂ ദിസ് ലാമ്പ് വിൽ ഗ്ലോ. ഈ ലാമ്പ് ഗ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് വാട്ട് യു മീൻ ബൈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. സോ ഹൗ കൻ യു ഡിഫൈൻ an electromotive force is that electromotive force is the force that moves the free electrons in a body along a particular direction. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫ്രീ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കാൻ ഉള്ള ഫോഴ്സിനെയാണ് നമ്മൾ EMF എന്ന് പറയുന്നത്.
ആ ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്ന ഏതൊരു സോഴ്സിനെയും നമ്മൾ EMF സോഴ്സ് എന്ന് പറയും. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അറിയാവുന്ന EMF സോഴ്സ് ആണ് ബാറ്ററി. അപ്പം അത് വെച്ച് ഞാനിവിടെ പറഞ്ഞു. Now, what next what we have to do over here is that what do you mean by electric current? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജസ് മൂവ് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസത്തിനാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഫോർ എക്സാമ്പിൾ സേ ഞാൻ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ ആ പോയിന്റിനെ എ എന്നാണ് വിളിക്കുന്നത് വിചാരിക്കാം. ഈ പർട്ടിക്കുലർ പോയിന്റിലൂടെ ഇപ്പൊ ഈ എ എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, ഞാൻ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ എടുത്തു. ഈ രണ്ട് പോയിന്റുകളിലൂടെയും മൂവ് ചെയ്യുന്ന കറണ്ട്, മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആണ്. എയിൽ കൂടെ പോകുന്ന അതേ ഇലക്ട്രോൺസ് തന്നെയാണ് ബിയിൽ കൂടെയും പോകുന്നത്. അതായത് ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്നും പുറപ്പെട്ട ഇലക്ട്രോൺ എല്ലാം എയിൽ കൂടെ സഞ്ചരിച്ച് ലാമ്പിലൂടെ പോയി ബിയിൽ കൂടെ സഞ്ചരിച്ച് പോസിറ്റീവ് ടെർമിനലിൽ എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഇലക്ട്രോൺ ഫ്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയൊരു ക്വാണ്ടിറ്റിനെ ഡിഫൈൻ ചെയ്യണം. വാട്ട് യു മീൻ ബൈ കറണ്ട്? അപ്പോൾ ഇതിനകത്ത് കറണ്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സമയം എടുക്കാം. ഒരു പർട്ടിക്കുലർ സമയം, സോ ഐ ആം ടേക്കിംഗ് ദ ടൈം ടി. ആ ടി എന്ന് പറയുന്നത് 1 സെക്കൻഡോ 2 സെക്കൻഡോ 1 മില്ലി സെക്കൻഡ് എന്ത് വേണമെങ്കിലും എടുക്കാം, ഒരു പർട്ടിക്കുലർ ടൈം. ആ പർട്ടിക്കുലർ ടൈമിലൂടെ ഇതിലൂടെ പോകുന്ന ചാർജ്, ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണെന്ന് വിചാരിക്കുക. ക്യൂ ഈസ് ദ ചാർജ് ഫ്ലോയിങ് ത്രൂ ദ പോയിന്റ് എ ഫോർ ദിസ് പർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ. ടി എന്ന് പറയുന്ന ടൈം ഡ്യൂറേഷനിൽ എ എന്ന് പറയുന്ന പോയിന്റിലൂടെ മൂവ് ചെയ്യുന്ന ചാർജ്, ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ക്യൂ ആണ്. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് കാരണം അതിലൂടെ പോകുന്ന എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഡിഫൈൻ എ ന്യൂ ക്വാണ്ടിറ്റി കോൾഡ് കറണ്ട്. ഐ എം ഡിനോട്ടിംഗ് കറണ്ട് ആസ് ഐ, ആൻഡ് ദിസ് കറണ്ട് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ ഒരു സമയത്തിനനുസരിച്ച് എത്ര ചാർജ് ആണ് ഇതിലൂടെ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കറണ്ടായിട്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ 5 സെക്കൻഡ് സമയമെടുത്തു. ആ 5 സെക്കൻഡിൽ ഇതിലൂടെ മൂവ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് 5 കുളുംബ് ആണ്. അപ്പൊ ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളുംബാണ്, ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അപ്പൊ 5 സെക്കൻഡിൽ 5 കുളുംബ് ചാർജ് ആണ് ഈ പോയിന്റ് എയിൽ കൂടെ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ, ആ പോയിന്റ് എയിലൂടെ പോകുന്ന കറണ്ടിനെ ഡിഫൈൻ ചെയ്യാം 5 കുളുംബ് ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1. ആൻഡ് this coulomb per second is defined as a new quantity called ampere. Here A stands for ampere. Okay, അപ്പോൾ ഇതാണ് ചാർജ്. അത് നമ്മൾ EMF എന്താണെന്ന് കണ്ടു, EMF സോഴ്സ് എന്താണെന്ന് കണ്ടു. EMF സോഴ്സ് ഇലക്ട്രോൺസിന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചാർജ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ചാർജ് ഫ്ലോ കാരണം ഒരു കറണ്ട് ഉണ്ടാവും എന്നുള്ളതും, ആ കറണ്ട് എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ നമ്മൾ കണ്ടത്, ദാറ്റ്സ് കറണ്ട് ഈസ് ആക്ച്വലി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്. സോ ദാറ്റ് ഈസ് Q ഡിവൈഡഡ് ബൈ T, ആൻഡ് ദ unit of charge is coulomb and the unit of time is second. So the unit of current is coulomb per second, and this coulomb per second is defined as ampere. Okay, so how can you define an electric current? Electric current is the rate of flow of electric charge past a point or flowing through a particular point. And I have already defined that I is defined as Q divided by T. So this is very clear. നിങ്ങൾ പഠിച്ചാൽ അതൊക്കെ ഫിസിക്സിൽ. ഇതൊന്നും നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം നമ്മളെല്ലാം. സോ I is equal to Q divided by T, where Q is in charge and T is time. Unit of charge is coulomb, unit of time is second. So that is what you mean by electric current.
നെക്സ്റ്റ് വി ഹാവ് ടു സീ വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണാനും I am making use of the same diagram here. For example, ഈ പോയിന്റ് എ ഉണ്ടല്ലോ, ഈ പോയിന്റ് എയിലേക്ക് ഈ ഇലക്ട്രോൺസ് ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും സഞ്ചരിച്ച് നമ്മൾ എയിലേക്ക് എത്തി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ സിംപ്ലി ആലോചിക്കുക, നിങ്ങൾ വീട്ടിൽ നിന്നും അടുത്ത ജംഗ്ഷനിലേക്ക്, കടയിലേക്ക് നിങ്ങൾ സാധനം വാങ്ങിക്കാൻ പോവാണ്. നിങ്ങൾ നടന്നിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, കുറച്ച് വെയിലൊക്കെ ഉള്ള സമയമാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി കടയിൽ പോയി സാധനം വാങ്ങിച്ചു. അപ്പൊ കടയിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നു എന്ന് വിചാരിക്കാം. ആ 10 മിനിറ്റുള്ള നടപ്പ് കൊണ്ട് നിങ്ങളിപ്പോൾ വീട്ടിൽ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എത്ര എനർജി ഉണ്ടായിരുന്നോ, നിങ്ങൾ അവിടുന്ന് ഇറങ്ങി നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചൊരു ക്ഷീണം വരും. എത്ര വന്നാലും ചെറിയൊരു ക്ഷീണം വരും. ആ ക്ഷീണം വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അവിടെ ജോലി ചെയ്തത് കൊണ്ടാണ് അല്ലേ. ഇപ്പൊ നിങ്ങൾ ഈ ജോലി എന്നുള്ളത്, നിങ്ങളിപ്പം പുറത്തിറങ്ങി ക്രിക്കറ്റ് കളിക്കുന്നതിനെ ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ 2 മണിക്കൂർ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ആക്ച്വലി ചെറിയൊരു ക്ഷീണം വരും, നിങ്ങൾക്ക് വിശക്കും. ഇതെല്ലാം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ യുവർ എനർജി ഈസ് ഡിസിപ്പേറ്റഡ്. Why the energy is dissipated? Because you are doing some amount of work. So if you are doing some work, you require some amount of energy. ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇവിടെ നെഗറ്റീവ് ടെർമിനലിലുള്ള ഈ ഒരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഇലക്ട്രോൺ ഞാൻ അയാളെ ടെസ്റ്റ് ഇലക്ട്രോൺ എന്ന് വിളിച്ചു. ഈ ഇലക്ട്രോണിനെ ഈ പോയിന്റിൽ നിന്നും ഇങ്ങനെ മൂവ് ചെയ്യിച്ച് എ എന്നുള്ള ടെർമിനലിലേക്ക് ഈ സെയിം ടെസ്റ്റ് ഇലക്ട്രോണിനെ എനിക്ക് എത്തിക്കണം. അതിന് അയാൾ, ഞാൻ ഈ ആരോ കാണിച്ച ഡയറക്ഷനിലാണ് ഇയാൾ മൂവ് ചെയ്ത് ഇവിടെ എത്തുന്നത്. അത് വേണ്ടി നിങ്ങൾ ഒരു എമൗണ്ട് ഓഫ് വർക്ക് നിങ്ങൾ ചെയ്യും. സോ ദ എമൗണ്ട് ഓഫ് വർക്ക് യു ആർ ഡൂയിങ് ടു മൂവ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എ എന്ന പോയിന്റിലേക്ക് നിങ്ങൾക്ക് ആ ഇലക്ട്രോണിനെ മൂവ് ചെയ്യേണ്ട യൂണിറ്റ് എക്സ് ജൂൾസ് ആണ് നിങ്ങൾ ഉപയോഗിച്ചത്. എക്സ് ജൂൾസ്. ഓക്കെ, അപ്പൊ എത്ര ചാർജിനെയാണ് നിങ്ങൾ ജൂൾ വർക്ക് എടുത്തു. ആ എക്സ് ജൂൾ വർക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ ഒരു കുളുമ്പ് ചാർജിനെയാണ് 1 കുളുമ്പ്
കണക്ഷൻ കട്ടായി പോയേ. നിങ്ങൾ എവിടം വരെയാണ് കേട്ടത്? ഓർമ്മയുണ്ടോ? കറണ്ട് ഫ്ലോനെ പറ്റി പറഞ്ഞത് കേട്ടായിരുന്നോ? ഇല്ല സാറേ. ഓക്കെ. അപ്പൊ ഞാനത് ഒന്നുകൂടെ പറയാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ആക്ച്വലി ഇത് കറണ്ട് ഫ്ലോ. അപ്പൊ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നു. ഇവിടെ നമ്മൾ ആ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഈ റെഡ് ലൈനിലാണ് ഇലക്ട്രോൺ മൂവ്മെന്റ് നമ്മൾ കാണിച്ചിരുന്നത്. നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ നിന്നും പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലേക്കാണ് നമ്മൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക. കാരണം നമുക്ക് ഓൾറെഡി അറിയാം നെഗറ്റീവ് ടെർമിനലിലാണ് കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ളത്, അവ പോസിറ്റീവ് ടെർമിനൽസിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും ഇലക്ട്രോൺ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കറണ്ട് എപ്പോഴും മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ നിന്നും നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലേക്ക്. അതായത് കറണ്ട് ഫ്ലോന്റെ ഓപ്പോസിറ്റ്. ഇപ്പൊ ഞാൻ ഗ്രീൻ ലൈനിൽ കാണിച്ചിട്ടുണ്ട് കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത്. So the current flows from the positive terminal of the battery to the negative terminal of the battery. That is, the current flows in the clockwise direction. ഇപ്പൊ എപ്പോഴും ആലോചിക്കാം, ഇലക്ട്രോൺ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ. ഓക്കെ, ഇലക്ട്രോൺ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ. സംശയമില്ലല്ലോ? ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അതായത് the current always flows from a higher potential to a lower potential. കറണ്ട് എപ്പോഴും ഒരു ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ നമ്മൾ നോക്കിയിരുന്നു എ എന്ന് പറയുന്നത് വാട്ട് വി ഹാവ് സീൻ ദാറ്റ് എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. ബി എന്ന് പറയുന്ന പോയിന്റ് മുകളിലുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എയിൽ നിന്നും ഇവിടെ എ, ഇവിടെ ബി, എയിൽ നിന്നും ബിയിലേക്ക് ആണ് ആര് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് എയിൽ നിന്നും ബിയിലേക്കാണ്. പക്ഷെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാ? ബിയിൽ നിന്നും എയിലേക്കാണ്. ഇവിടെ ബി എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യലും എ എന്ന് പറയുന്നത് ലോവർ പൊട്ടൻഷ്യലുമാണ്. So electrons flows from a lower potential to a higher potential, and the current always flows from a higher potential to a lower potential. Clear അല്ലേ? അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കാം. ഞാൻ ആ സർക്യൂട്ടിലേക്ക് ഞാൻ ആദ്യം കാണിച്ച സെയിം സർക്യൂട്ടാണ്, ലാമ്പ് സർക്യൂട്ട്. അതിലേക്ക് ഞാനൊരു വോൾട്ടേജ് കൊടുത്തു. 150 വോൾട്ട് ആണ് ഞാൻ അതിന്റെ പൊട്ടൻഷ്യൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുകളിൽ ഒരു മെഷറിംഗ് ഡിവൈസ് കാണാം, എ എന്ന് എഴുതിയിട്ടില്ല. ആ മെഷറിംഗ് ഡിവൈസ് ആണ് അമ്മീറ്റർ. അമ്മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദി കറണ്ട്. അതുപോലെ തന്നെ ലാമ്പിന് അപ്പുറത്ത് ഞാനൊരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുണ്ട്. അതാണ് ഒരു വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഈ ഇത് വെച്ചുകൊണ്ട് നമുക്ക് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു മെയിൻ ലോ ആണ് വാട്ട് യു മീൻ ബൈ ഓംസ് ലോ. ഈ ഓംസ് ലോ ആണ് നമ്മളുള്ള എല്ലാ നെറ്റ്വർക്ക് അനാലിസിസിനകത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള ലോ എന്ന് പറയുന്നത് ഓംസ് ലോ ആണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ഒന്നുകൂടെ സ്റ്റേറ്റ് ചെയ്യാം. വാട്ട് ഓംസ് ലോ സ്റ്റേറ്റ്സ് ഈസ് ദാറ്റ്, ആദ്യം അത് കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എന്താണ്? ദ ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ ഫിക്സ്ഡ് ലീനിയർ റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ പറയുന്ന ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഐ ആണ്. ഇലക്ട്രിക് കറണ്ട് ഐ, ഓക്കെ, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്. നമ്മൾ എത്ര പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കറണ്ട് ആണ് ഫ്ലോ ചെയ്യുക. അപ്പം ഞാൻ കൊടുക്കുന്ന ഒരു ലോ പൊട്ടൻഷ്യൽ ആണ് എന്നുണ്ടെങ്കിൽ ലോ കറണ്ട് ഫ്ലോ ചെയ്യും. ഞാൻ കൊടുക്കുന്ന ഒരു ഹൈ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അത് കൂടെ ഒരു ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന 15 വോൾട്ട് ആണെങ്കിൽ അതുകൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ചെറുതായിരിക്കും. ഞാൻ അവിടെ 150 വോൾട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് കൂടെ പോകുന്ന കറണ്ട് 15 വോൾട്ട് കണക്ട് ചെയ്തപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പൊ കറണ്ട് വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കുറയും. അതാണ് സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ ലോ. വാട്ട് യു മീൻ ബൈ ഓംസ് ലോ. സോ വി ക്യാൻ ഷോ ഈസ് ദാറ്റ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ V is proportional to I എന്ന് എഴുതാം, I is proportional to V എന്ന് എഴുതാം. And the proportionality constant is called R, and that R is known as
റെസിസ്റ്റൻസ്. ആ സർക്യൂട്ടിനകത്തുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പം ഞാൻ ഇവിടെ 100 ഓം എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ദിസ് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദ ലാമ്പ്. ലാമ്പിന്റെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ 150 വോൾട്ട് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 100 ഓം ആണ് എൻ്റെ ലാമ്പിന്റെ റെസിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ടിനകത്ത് ഹൗ ക്യാൻ യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറണ്ട്? ഐ എങ്ങനെ കാണാം? നമ്മുടെ ഓംസ് ലോ ഉപയോഗിച്ചാൽ മതി. വി ഈസ് ഈക്വൽ ടു ആർ ഐ എന്നാണ്. സോ ഹൗ ക്യാൻ യു റൈറ്റ് ഐ? ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ. ഇവിടെ വി എന്ന് പറയുന്നത് 150 വോൾട്ട് ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് 100 ഓംസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓംസ് ആണ്. 150 വോൾട്ട് ബൈ 10 ഓംസ് ആണ്. സോ ദ കറന്റ് വിച്ച് ഇസ് ഫ്ലോയിങ് ത്രൂ ദിസ് സർക്യൂട്ട് ഈസ് 1.5 ആംപിയേഴ്സ്. സോ വെരി ഈസിയാണ്. നമുക്ക് വോൾട്ടേജും റെസിസ്റ്റൻസും അറിയാമെന്നുണ്ടെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാം. വോൾട്ടേജും കറണ്ടും അറിയാമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസും കറണ്ടും അറിയാമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാം. സിംപ്ലി യു ഹാവ് ടു യൂസ് ഓംസ് ലോ. വി ഈസ് ഈക്വൽ ടു ആർ ഐ. So how can you define a resistance in this case? Resistance is the opposition to the current flow in a given material. ഒരു മെറ്റീരിയൽ കറണ്ട് ഫ്ലോവിനെ എത്രത്തോളം ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് റെസിസ്റ്റൻസ്. കറണ്ടിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. കറണ്ടിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ആൻഡ് ദി യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓംസ്. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. അപ്പോൾ ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ വാട്ട് ഐ ഹാവ് ഡൺ ഈസ് ദാറ്റ് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ നമ്മളിവിടെ പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ചെയ്ത ആ സർക്യൂട്ടിന്റെ കാര്യം എടുക്കാം. വി എന്ന് പറയുന്നത് 150 വോൾട്ട് ആയിരുന്നു. ആർ എന്ന് പറയുന്നത് 100 ഓം ആയിരുന്നു. അപ്പം നമുക്ക് കിട്ടി ഐ ഈസ് ഈക്വൽ ടു 150/10 1.5 ആംപിയേഴ്സ് കിട്ടി അല്ലേ? അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. എവറിത്തിങ് ഈസ് കോൺസ്റ്റന്റ്. എപ്പോൾ നോക്കിയാലും 15 വോൾട്ട് തന്നെയാണ്. അപ്പം ഞാനൊരു വേവ് ഫോം വരയ്ക്കുകയാണ്. ടൈം എക്സ് ആക്സിസിൽ ടൈം കാണിച്ചുകൊണ്ട് ഞാനൊരു വേവ് ഫോം വരയ്ക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ വോൾട്ടേജും നമുക്ക് വരയ്ക്കാം, ഇതിനകത്ത് കറണ്ടും നമുക്ക് വരയ്ക്കാം. ആദ്യം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് വോൾട്ടേജ് ആണ്. സോ മൈ വോൾട്ടേജ് ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ് അറ്റ് 150 വോൾട്ട് ആണ് ഞാനിവിടെ കൊടുത്തത്. 150 വോൾട്ട് കൊടുത്ത സമയത്ത് എനിക്ക് ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തു. ദാറ്റ് കറണ്ട് ഈസ് ഓൾസോ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് കറണ്ട് വാല്യൂ ഈസ് കോൺസ്റ്റന്റ് ആണ്. ഇതുണ്ടോ, കറണ്ടും കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് 1.5 ആംപിയേഴ്സ്. ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് കൊടുത്തപ്പോൾ എനിക്കൊരു കോൺസ്റ്റന്റ് കറണ്ട് കിട്ടി. ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന കറണ്ടിനും വോൾട്ടേജിനും പറയുന്നതാണ് ഡി സി, ഡയറക്റ്റ് കറണ്ട്. ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ എ സി ഡി സി എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമ്മൾ ഡി സിയുടെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മെയിൻലി നോക്കിയത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് എ സി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നോക്കി. വോൾട്ടേജ് ചാർജ് എന്താണ്, വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണ്, പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് നോക്കി. അപ്പോൾ അത് അവസാനം ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ അതൊരു ഡയറക്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള വോൾട്ടേജ് തരുന്നതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കറണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന പാരാമീറ്ററിനെ നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നു പഠിച്ചു. ടു നെക്സ്റ്റ് ക്ലാസ് വിൽ ബി ഡീലിംഗ് വിത്ത് എ സി, അതായത് ചേഞ്ചിങ് വോൾട്ടേജ് ആൻഡ് ചേഞ്ചിങ് കറണ്ട്. ഇപ്പം ഈ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലുണ്ടാവണം. ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് നമ്മളുടെ മൂഡിൽ സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ